സൂപ്പർ നായക നടന്മാരെ കുറിച്ച് നായിക നടികൾ അധിക പേര് വിമർശിക്കാറില്ല. വിമർശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർ അത് മനസ്സിൽ ഒതുക്കാറാണ് പതിവ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ചില നടികൾക്ക് തങ്ങളുടെ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും തുറന്നു പറയേണ്ടി വരും. അങ്ങനെ ഒരു നടി കമലഹാസനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും തുറന്നു പറഞ്ഞു, ഞാൻ അഭിനയിക്കണമെങ്കിൽ എനിക്ക് വേണ്ടി അവർ കാത്തിരിക്കട്ടെ എന്നുള്ളത്. ഇങ്ങനെ അഹങ്കാരം പറഞ്ഞ ഒരു നടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് ഭാഷയിലുള്ള സിനിമയാണെങ്കിലും അവിടെയെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് നായക നടന്മാർ തന്നെയാണ്. നായിക നടിമാർ എത്ര പ്രഗത്ഭമതികളാണെങ്കിലും നായകന്മാർക്ക് തന്നെയാണ് അവിടെ സ്ഥാനമുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മുടെ നയൻതാരയെക്കുറിച്ച് വലിയ നടന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടത്തരം നടന്മാരെ തൻ്റെ നായകന്മാരാക്കി സിനിമ വിജയിപ്പിച്ച് വിജയശ്രീലാളിതയായി വിരാജിച്ച പ്രതിഫലം വർദ്ധിപ്പിച്ച നടിയല്ലേ മലയാളിയായ നയൻതാര എന്ന് ചോദിക്കാം. അങ്ങനെ കുറച്ച് പേരുണ്ടെന്ന് ആലോചിക്കണം. മറ്റു പലരും സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടെങ്കിലും പുറന്തള്ളപ്പെടും എന്ന് ബോധ്യമുള്ളത് കൊണ്ട് പലതും ക്ഷമിച്ച് സഹിച്ച് നിൽക്കാറാണ് പതിവ്. ഇപ്പോൾ ഒരു ജോഡി ഹിറ്റായി കഴിഞ്ഞാൽ അത് നിലനിർത്തി കൊണ്ടുപോകാനാണ് പലരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില കുറ്റങ്ങൾ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കണം. ചിലരാണെങ്കിൽ താൻ ഈ രംഗത്ത് ഇനി അഭിനയിക്കേണ്ടതില്ല, ഇന്ന് മതിയാക്കാൻ പോവാണ് എന്ന് വിചാരിക്കുമ്പോൾ പഴയതൊക്കെ മറന്നുകൊണ്ട് നായക നടന്മാരെ പുച്ഛിക്കുകയും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരാളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. അത് വ്യക്തിപരമായിട്ടുള്ള പരാമർശമല്ല ഇത്, കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. നന്ദി കേട് ഒക്കെ സിനിമയിലുള്ളത് തന്നെയാണ്. എന്നാൽ ഇത്രമാത്രം സിനിമ, അതായത് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ കാരണം, ഈ നിരവധി മലയാള സിനിമകളിൽ നായികയായി അഭിനയിച്ച് പകുതി മലയാളിയായ ഒരു സൂപ്പർ നായിക നടിയാണെന്ന് ആലോചിക്കണം. അവരുടെ കല്യാണം ഏകദേശം തീരുമാനമായി, അത് രഹസ്യമാക്കി വെച്ചു. ഏറ്റവും അടുത്ത ആൾക്കാരോട് പോലും പറഞ്ഞില്ല എന്ന് ആലോചിക്കണം. ഈ രഹസ്യം ആദ്യമായി നാനയിലൂടെ പ്രസിദ്ധപ്പെടുത്തിയത് ഞങ്ങളാണെന്ന് ആലോചിക്കണം. ഇത് കണ്ട നടി നമ്മുടെ പൂർണിമ ജയറാമാണെന്ന് ആലോചിക്കണം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വന്ന് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റി പിന്നെ മലയാളത്തിൻ്റെ സ്വന്തമായി മാറിയ പൂർണിമ ജയറാം അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ളൊരു നടി തന്നെയാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ളൊരു നടിയാണ് ഈ അവസാന ഘട്ടത്തിൽ കമലഹാസനോ മമ്മൂട്ടിയോ ആര് വേണമെങ്കിൽ കാത്ത് നിൽക്കട്ടെ എന്നൊക്കെ ചോദിച്ചേക്കാം. അത് എങ്ങനെയുണ്ടായി, അത് സംഭവിച്ചു ശരിയാണോ, ഇതൊക്കെയാണ് നമുക്ക് പലരും ചോദിക്കാനുള്ളത്. ശരിയാണ് എന്ന് പറയണമെങ്കിൽ ആ ശരിയിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പം ഞങ്ങൾ പൂർണിമ ജയറാം ഭാഗ്യരാജിനെ വിവാഹം കഴിക്കാൻ പോകുന്നു, രണ്ടാം ഭാര്യയാകാൻ പോകുന്നു ഫ്ലാഷ് ചെയ്തപ്പോൾ പലരും അന്തം വിട്ടു, ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ പൂർണിമ അത് നിഷേധിച്ചു. ഇങ്ങനൊരു സംഭവമില്ല, പച്ചക്കള്ളമാണ്. ഞങ്ങൾ ഉറച്ചു നിന്നു, ഇത് സത്യമാണ്. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാനടക്കമുള്ളവർ ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകും എന്ന് വരെ എഴുതേണ്ടി വന്നു. അപ്പോൾ മമ്മൂട്ടി അടക്കമുള്ളവർ അന്ന് ചോദിക്കുന്നു, എനിക്കൊന്നും വേറെ ജോലിയിലടി, എന്തിനാ ഈ കള്ളത്തരങ്ങൾ എഴുതി? അപ്പോൾ ഞാൻ കള്ളത്തരം എഴുതുകയാണെങ്കിൽ പൂർണിമ ജയറാമും മമ്മൂട്ടിയും തമ്മിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് എഴുതി പിടിപ്പിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. മമ്മൂട്ടി ഒന്ന് അടങ്ങി നരയ്ക്കണം. അപ്പോൾ ഞങ്ങൾ സത്യമുണ്ടെന്ന് പറയാൻ കാരണം, ഞങ്ങൾക്ക് മദ്രാസിൽ ചില മാധ്യമ പ്രവർത്തകരും മലയാളീസുകളുമായിട്ട് കുറേ ബന്ധമുണ്ട്. അന്ന് ഭരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട MGR ആയിരുന്നു ആലോചിക്കണം. ഒരു മലയാളി കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെയും ചുറ്റിപ്പറ്റിക്കൊണ്ട് ചില നടന്മാരുണ്ട്. അപ്പം അവിടെ നിന്നാണ് ഈ വാർത്ത ചോരാൻ കാരണം. ഭാഗ്യരാജിനെ ജീവിതത്തിൽ, അതായത് ഭാഗ്യരാജ് പൂർണ്ണ ഭാഗ്യരാജാവണതിന് മുൻപ് ഭാഗ്യരാജിയെ സ്നേഹിച്ച് സംരക്ഷിച്ചൊരു നടിയുണ്ടെന്ന് ആലോചിക്കണം. ആ നടിയുടെ മരണവും വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ പോലും ആ നടിയുടെ മരണത്തിൽ പലരും സംശയം പ്രകടിപ്പിച്ചു.
അങ്ങനെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ പ്രതിസ്ഥാനത്ത് വരേണ്ട ഒരാളാണ് ഭാഗ്യരാജ് എന്ന രീതിയിലാണ് പ്രചരണങ്ങൾ വന്നത്. അതിലെത്ര ശരിയുണ്ട് തെറ്റുണ്ട് എന്നറിഞ്ഞാലും ആ കേസിൽ ഭാഗ്യരാജിനെ രക്ഷിച്ചത് മുഖ്യമന്ത്രി MGR തന്നെയായിരുന്നു. ആലോചിക്കണം, MGR പറയുമ്പോൾ അതിനൊരു മറുവാക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് പൂർണിമ ജയറാമും ഭാഗ്യരാജും തമ്മിലുള്ള വിവാഹം നടത്താൻ തീരും. ഇതാണ് ഞങ്ങൾക്ക് ചോർന്ന് കിട്ടിയത്. അത് ഞങ്ങൾ ഫ്ലാഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കല്യാണത്തിന് ഏകദേശം 1-2 മാസങ്ങൾ എടുക്കുമെന്ന് മനസ്സിലായി. ഇതിൻ്റെ വാർത്തകളെല്ലാം കെട്ടടങ്ങിയെങ്കിൽ കല്യാണം തീരുമാനിച്ചിട്ട് പൂർണിമ ജയറാം ചെയ്തത് താൻ അതുവരെ കമ്മിറ്റ് ചെയ്തിരുന്ന സിനിമകളെല്ലാം അഭിനയിച്ച് പൂർത്തിയാക്കുകയും പുതിയ സിനിമകൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസരം വന്നു. അപ്പോഴാണ് ചിലരൊക്കെ സംശയിച്ചു തുടങ്ങി, എന്തിനാണ് പൂർണിമ സിനിമ കുറയ്ക്കുന്നത്? ഈ ഒരു നല്ല പീക്ക് പീരീഡ് അല്ലേ, ആ പീരീഡിൽ മാക്സിമം സിനിമകളിൽ അഭിനയിക്കല്ലേ വേണ്ടിയെന്ന് ചോദിച്ചിരുന്നു. ഇങ്ങനെ വർക്കലയിൽ, അതായത് നമ്മുടെ സംവിധായകൻ ജോഷിയുടെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക. PG വിശ്വംഭരനാണ് സംവിധായകൻ. ഞാൻ അടക്കമുള്ളവർ അവിടെയുണ്ട്. മമ്മൂട്ടിയുണ്ട്, സീമയുണ്ട്, പൂർണിമ ജയറാമുണ്ട്, ബേബി ശാലിനിയുണ്ട്, സുമാരി ചേച്ചിയുണ്ട്, നിരവധി പേര് അങ്ങനെയുണ്ട് നടക്കും. നിരവധി പേരും ഉണ്ടായിട്ട് അന്ന് പൂർണിമ ഒരു ശത്രുവിനെ പോലെ തന്നെയാണ് എന്നെ നോക്കിക്കണ്ടി. വലിയ എളുപ്പമൊന്നും ഞങ്ങളവിടെ കാണിച്ചില്ല. കാരണം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ടുള്ള ബന്ധമൊന്നും അവിടെ കാണിച്ചില്ല. അവരുടെ വിവാഹം വാർത്ത ഫ്ലാഷ് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെയാണ് എന്നെ ശത്രു കണ്ടിരുന്നത്. ഇതൊക്കെ സീമ കാണുന്നുണ്ട്, മമ്മൂട്ടി എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ തെറ്റിയോ എന്ന് സീമ ചോദിക്കും. ഞങ്ങൾ തമ്മിൽ തെറ്റിയിട്ടില്ല, പക്ഷേ പൂർണിമ തെറ്റും. കാരണം പൂർണിമയുടെ കല്യാണ വാർത്ത ഞാൻ കൊടുത്തത് ഞാനാണല്ലോ. അത് നിഷേധിക്കുകയും ചെയ്തു. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾ തന്നെ ഈ പൂർണിമയെ കുറ്റപ്പെടുത്തി സംസാരിക്കും. കാരണം പൂർണിമ ഇവിടെ നിന്ന് പോകുന്നത് കല്യാണ പന്തലിലേക്കാണ് എന്ന് വരെ ഞാൻ പറഞ്ഞു ആലോചിക്കണം. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, എന്തിനാണോ അങ്ങനെ കല്യാണം തീരുമാനിച്ച് ഞങ്ങൾ വിളിക്കില്ലേ, ഞങ്ങൾ സഹപ്രവർത്തകരല്ലേ എന്നുള്ളത്. ആ സെറ്റിൽ നിന്ന് നേരെ പോയത് കല്യാണത്തിനാണെന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും തൻ്റെ കല്യാണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെയോ സംവിധായകനെയോ സീമയെയോ മറ്റുള്ളവരെയോ ഒന്നും ക്ഷണക്കത്ത് കൊടുത്തില്ലെങ്കിലും കല്യാണമാണ്, വരണമെന്ന് പോലും ക്ഷമിച്ചില്ല എന്നാലോചിക്കണം. കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് പലരും അറിഞ്ഞപ്പോൾ പലരും ചീത്ത വിളിയായിരുന്നു. ആലോചിക്കണം. കാരണം ഇത്രയും വർഷം ഞങ്ങളോടൊപ്പം അഭിനയിച്ച് ഞങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്ത ഒരു നടി ഇങ്ങനെ പ്രതികരിച്ച് ശരിയായിട്ടില്ല, വളരെ കുറ്റപ്പെടുത്തിയെന്ന് ആലോചിക്കണം. അങ്ങനെ ആ സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിക്ക് ദേഷ്യം വന്നാൽ ചില എഴുതാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ പറയും. ആ വാക്കുകൾ ശരിക്കും ഈ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വരുന്ന സാധനം തന്നെയാണത്. കാരണം മമ്മൂട്ടിയുടെ കൂടെ എത്രയോ സിനിമകളിൽ നല്ല റോളുകളിൽ ഭാര്യയൊക്കെ ആയിട്ട് അഭിനയിച്ചിരുന്നു ആലോചിക്കണം. അങ്ങനെയുള്ള പൂർണിമ മമ്മൂട്ടിയോട് പോലും എൻ്റെയും ഭാഗ്യരാജിൻ്റെയും വിവാഹമാണ് എന്ന് പറയാനുള്ള സന്മനസ് കാണിച്ചില്ല എന്നുള്ള അതിൻ്റെ അമർഷം ശരിക്കും മമ്മൂട്ടിയിലുണ്ടായിരുന്നു. ഇത് കല്യാണത്തിന് ശേഷം നടന്ന സംഭവമല്ല. കല്യാണം കഴിഞ്ഞതിന് മുമ്പ് വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അന്ന് തമിഴിലും ചില പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ കമലഹാസൻ അടക്കമുള്ള ചില സിനിമകളിൽ പൂർണിമയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും പൂർണിമ സമയം തെറ്റി ചെല്ലുന്നു, അല്ലെങ്കിൽ പിന്നെ ആവാമെന്ന് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണിത്. അപ്പോൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പൂർണിമയുടെ കമൻറ്റ് ഇങ്ങനെയായിരുന്നു, എന്നെ സംബന്ധിച്ച് കമലഹാസനായാലും മമ്മൂട്ടി ആയാലും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ അഭിനയിക്കുന്നത് സംവിധായകൻ പറഞ്ഞിട്ടോ നിർമ്മാതാവ് പറഞ്ഞിട്ടാണ്. അവർക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെല്ലുന്നത് വരെ കാത്തിരിക്കണം. അത് കാത്തിരിക്കുന്നത് കമലഹാസനായാലും മമ്മൂട്ടിയായാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമാണോ അതിന് വാക്കുപയോഗിക്കേണ്ടി നിൽക്കില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഒരവസ്ഥ പൂർണിമ സൃഷ്ടിച്ചു എന്നാലോചിക്കണം. ഇങ്ങനെ പറയാൻ അഹങ്കാരിയായ ഒരു നടിക്ക് മാത്രമേ പറ്റൂ എന്നുള്ളതാണ്. ആ അഹങ്കാരം എത്ര വർഷം കൊണ്ടു നടന്നു എന്നറിയില്ല. പിന്നെ മലയാള സിനിമയ്ക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വന്നെങ്കിലും രക്ഷപ്പെട്ടില്ല എന്നാലോചിക്കണം. അപ്പോൾ എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത് എന്ന് ആലോചിക്കണം. രക്ഷപ്പെടുത്താൻ ഒരു MGR ഉള്ളത് കൊണ്ടാണ് അവരിന്നും സുഖമായി ജീവിക്കുന്നത് എന്ന് മാത്രം ഓർക്കുക.